ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒന്ന് നേരം വെളുക്കുമ്പോൾ തന്നെ നമ്മൾ അടുക്കളയിൽ നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് പാതുവിനും ഫൈക്കുട്ടിക്കൊക്കെ ചോറ് സ്കൂളിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മീനൊക്കെ ഒന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദോശയും കറി അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ചായയുടെ കടിയൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വെക്കണം. അപ്പോൾ പുറത്താണെങ്കിൽ നല്ല മഞ്ഞ്, പുറത്ത് പോയി തീ കൂട്ടാനൊന്നും പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഗ്യാസിൽ തന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചോറിൻ്റെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ വേഗം അരിയൊക്കെ ഇടുകയാണ്. അധികം നമുക്ക് നേരം കളയാനൊന്നുമില്ല. കുട്ടികൾ വരുമ്പോഴേക്കും ചോറൊക്കെ ആയി അവരെ പാത്രത്തിലൊക്കെ ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അരി ഒന്ന് തിളച്ച വെള്ളം കൊണ്ടൊന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. എത്ര നമ്മൾ കഴുകിയാലും ഇനിയിപ്പോൾ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടൊന്ന് തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ചോറിൽ ഉപ്പിട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറ്. ചിലവരൊന്നും ഉപ്പിടാറില്ല എന്ന് പറയാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ചോറിലൊക്കെ ഉപ്പിടണം. അതിനിപ്പോൾ ചോറ് തിളപ്പിച്ച് ഊറ്റുകയാണെന്നുണ്ടെങ്കിലും ഞാനൊരു ഇത്തിരി ഉപ്പിടാറുണ്ട്. ഇനിയിപ്പോൾ ഉപ്പേരിക്കായിട്ട് ബീട്രൂട്ടാണ് ഉണ്ടായിരുന്നത്. അത് വേഗം ചീകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മിളകൊക്കെ പൊട്ടിക്കാൻ പോയപ്പോഴാണ് മഞ്ഞ് തീരെ മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെയിലുദിച്ചു തുടങ്ങിയിട്ടും മഞ്ഞ് ശരിക്കും വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഈ മഞ്ഞ് കൊണ്ടു കഴിഞ്ഞാൽ തന്നെ തൊണ്ട ഭയങ്കര പ്രശ്നമാവും, അതുപോലെ തലവേദനയൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മഞ്ഞിന് ഭയങ്കര പേടിയാണേ. ആ സമയം കൊണ്ട് തന്നെ ചോറൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേഗം അതൊക്കെ ഒന്ന് ഇറക്കി വെച്ചു. പിന്നെ അതേ ഉപ്പേരിയൊക്കെ ഒന്ന് വെക്കട്ടെ. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്താലേ അവർ വരുമ്പോഴേക്കും ഓരോന്നായിട്ട് വേഗം കഴിയുള്ളൂ കേട്ടോ. ഫയ്യക്കുട്ടി പ്രത്യേകം പറഞ്ഞിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത് മുട്ട വേണമെന്ന്. അപ്പോൾ മുട്ടയൊക്കെ ഒന്ന് പൊരിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് 2 മുട്ടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെറുള്ളിയും പിന്നെ എല്ലാത്തിലും ഞാൻ ചീനമുളകാണ് ഇടാറ് കേട്ടോ. ഇവിടെ മുളക് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പുറത്തുനിന്ന് മുളക് വാങ്ങിക്കാറില്ല. എല്ലാത്തിലും എന്തിലാണെങ്കിലും ചീനമുളക് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറ്. അപ്പോഴേക്കും ഉപ്പേരിയൊക്കെ വെന്തിട്ടുണ്ട്. ചോറ് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് അവിടെ ഇരുന്ന് ആയിക്കോളും. ഉപ്പേരിയിൽ കുറച്ച് തേങ്ങ ഒന്ന് ഇടട്ടെ കേട്ടോ. അപ്പോൾ എന്നും നമ്മൾ മിക്ക ദിവസങ്ങളിലും ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നതാണ്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ബീട്രൂട്ട് ക്യാരറ്റൊക്കെ ഉപ്പേരി ഉണ്ടാക്കുക എന്നുള്ളത്. ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പയർ, ബീൻസ് അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ അരിഞ്ഞെടുക്കാൻ കുറച്ച് പണിയുണ്ടല്ലോ. ഇതാകുമ്പോൾ പെട്ടെന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ചെയ്യാലോ. അതേ മുട്ടയൊക്കെ പൊരിക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിനുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ടാവാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ട്, നല്ല തണവും ഉണ്ട്, മഞ്ഞ് ശരിക്കും വിട്ട് പോയിട്ടുമില്ല, വെയിലിൻ്റെ ചൂടും ഉണ്ട്. അപ്പോൾ നല്ല സുഖമായിട്ടിരുന്നിട്ട് കുറച്ച് നേരം ഇരുന്നൊന്ന് ചായയൊക്കെ കുടിച്ച് ചിന്തിച്ചിരിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഇനി എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ മീൻ കറി വെക്കാനും മീനിൻ്റെ പണിക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പപ്പണിയായിട്ട് ഞാൻ ചെയ്യണ ഒരു കാര്യമാണ് മീൻ പൊരിക്കലും കറിക്കുള്ള കായം ഉണ്ടാക്കലും ഒക്കെ കൂടി ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ചെയ്യാറ്. അതിന് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ടായിരുന്നു, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മാങ്ങഞ്ചിയാണ് ഞാൻ എപ്പോഴും ഇടാറുള്ളതാണ് കേട്ടോ. എല്ലാം കൂടെ ചതച്ചിട്ട് നല്ല പോലെ പേസ്റ്റാക്കി എടുക്കാറുണ്ട്. എന്നിട്ട് അതിൽ തന്നെ പൊരിക്കാനുള്ള കായാക്കുകയും ചെയ്യും. കറിക്കും വേണ്ടിയിട്ട് അതിൽ തന്നെയാണ് എടുക്കാറ്. തക്കാളിയും കൂടെ അതിൽ തന്നെ അരച്ചെടുക്കും കേട്ടോ. ഇനിയിപ്പോൾ മീൻ കറിക്കുള്ള മാങ്ങ 2 പൊട്ടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാങ്ങക്ക് പിന്നെ നല്ല അനുസരണമുള്ളത് കൊണ്ട് തന്നെ ഒരൊറ്റയടിക്ക് തന്നെ 3 കേട്ടോ വീണിട്ടുണ്ടായിരുന്നു. നല്ല ഉന്നത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഒരു ഐഡിയയിൽ പണികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ചോറൊക്കെ ഊറ്റാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നേരമായിട്ടും ഫൈക്കുട്ടിയൊന്നും വന്നിട്ടില്ല കേട്ടോ. അവർ 8:15 മദ്രസ വിട്ട് വരാൻ. അപ്പോഴേക്കും ഇങ്ങനത്തെ തിരക്കുള്ള പണികളൊക്കെ കഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ കഴിക്കാമല്ലോ. അങ്ങനെ മീനിനുള്ള കായൊക്കെ വറുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചോറൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഫാൻ ഇട്ടിട്ടാണ് ചൂടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ചോറൊക്കെ ഒന്ന് ആക്കി എടുക്കട്ടെ. അപ്പോൾ ഉപ്പേരിയും മുട്ട പൊരിച്ചതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ മീൻ കറിയൊന്നും പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകില്ലല്ലോ. പിന്നെ അവർക്ക് കുടിക്കാനുള്ള വെള്ളം ഞാൻ നേരത്തെ തന്നെ
തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ചൂടാറിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കുപ്പിയിലേക്ക് ആക്കിയെടുക്കട്ടെ. അങ്ങനെ പയ്യക്കുട്ടിയും പാതുട്ടിയൊക്കെ വന്നിട്ട് ഇന്ന് പിന്നെ ദോശയായിരുന്നല്ലോ കടി. അപ്പോൾ ദോശയും ചമ്മന്തിയും കൂടെ അവർ ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ മദ്രസ ഇട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ നേരമൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് പോകാനാവും കേട്ടോ. 8:15 മദ്രസ ഇട്ട് വന്നു കഴിഞ്ഞാൽ 8:45 വണ്ടി വരികയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് പോവുകയും വേണം. ആ ഒരു നേരം കൊണ്ട് തന്നെ ഞാൻ കറിയൊക്കെ അടുപ്പത്താക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മാങ്ങ തന്നെ ഇടേണ്ട ആവശ്യമുള്ളൂ. നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. ഒരു ചെറിയ മാങ്ങ കൊണ്ട് തന്നെ നല്ല പുളി ഉണ്ടായിരിക്കും. പിന്നെ അത്ര അധികം കറിയൊന്നും നമ്മൾ ഉണ്ടാക്കണില്ലല്ലോ, കുറച്ച് കറിയല്ലേ ഉണ്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാങ്ങ അത്യാവശ്യം പുളി ആയിട്ടുണ്ടായിരുന്നു. മീൻ പിന്നെ പുതിയാപ്പിളക്കോര ആയതുകൊണ്ട് തന്നെ അത്ര വേവൊന്നുമില്ലല്ലോ. അപ്പോൾ കറി നല്ലപോലെ തിളച്ച് വറ്റിയതിന് ശേഷം മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പുളി ഒന്ന് പിടിച്ച് വന്നപ്പോൾ മീനും വേപ്പിലയും കുറച്ച് ചീനമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് 2-3 തള തിളച്ചാൽ തന്നെ മീൻ വെന്ത് കിട്ടിക്കോളും. അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മീൻ ഞാൻ കഴിക്കണ നേരത്താണ് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. 2 വേപ്പില വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മണവും ഉണ്ടാവും, അതുപോലെ തന്നെ അടി പിടിക്കില്ല എന്നും കേട്ടിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി, അപ്പോൾ തീരെ അടി പിടിക്കില്ല എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ പണി കഴിഞ്ഞ് കിട്ടിയിട്ടാ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇതായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം.